ചേട്ടൻ്റെ ഒരു മ്യൂസിക് ലവറും ഗായകനുമായ ചേട്ടനല്ലേ വളരെ യാദൃശ്ചികമായിട്ട് കുറേ നല്ല പാട്ടുകൾ ചേട്ടൻ അഭിനയിച്ച സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്. ഓരോ നല്ല പാട്ടുകൾ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചേട്ടൻ പറഞ്ഞ പോലെ നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ചേട്ടൻ്റെ സിനിമകളിലൊക്കെ. വെങ്കലത്തിലെ ഒത്തിരി ഒത്തിരി മോഹങ്ങൾ രവീന്ദ്രൻ മാഷിൻ്റെ ആണ്. അത് ഞാൻ അഭിനയിച്ച് പാടിയതാണ്. അതെനിക്ക് എൻ്റെ ഒരു വലിയ സ്വത്താണ് ആ പാട്ട്. അതുപോലെ രവിയേട്ടൻ്റെ കണ്ണൂർ എന്ന സിനിമയിൽ കടലറിയില്ല എന്നൊരു പാട്ടുണ്ട്. അസാധ്യ പാട്ടാണ്. അത് പാടാൻ പാടില്ല, ഭയങ്കര പാടാണ്. എന്നെപ്പോലുള്ളവർക്ക് ഭയങ്കര പ്രയാസമാണ്. ഒത്തിരി ഒത്തിരി മോഹങ്ങൾ, ചില നോട്ട്സൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് പോകും. ഇതിലതില്ലേ കാണാദൂരത്ത് അമ്പിളിത്തുന്നൽ അരിവാളാക്കി ചെന്നു ഞാൻ ആകാശത്തിലെ ഒത്തിരി ഒത്തിരി മോഹങ്ങൾ, അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ടോ? തോടാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ചേട്ടൻ്റെ കമ്മിങ് ബാക്ക് ടു യുവർ മ്യൂസിക്, ചേട്ടൻ്റെ ലിസണിങ് ഒക്കെ എങ്ങനെയാണ്? ചേട്ടൻ പല തരത്തിലുള്ള പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ, അതോ ഇന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പാട്ടിനോട് ചായ്വ് കൂടുതലാണോ? എങ്ങനെ ലാംഗ്വേജസ് എങ്ങനെയാണ് ചേട്ടൻ്റെ ഒരു മ്യൂസിക്? ഒരു കാലത്ത് തമിഴിനോട് എക്കാലത്തും ഞാൻ പാട്ടുകൾ ആസ്വദിച്ചു തുടങ്ങിയ സമയത്ത് ആദ്യമൊന്നും ബാബുക്കാട് പാട്ടുകൾ എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്. ഹിന്ദുസ്ഥാനി ആയതുകൊണ്ട് ഇച്ചിരി ടഫായിട്ടുള്ള സോങ് ആയതുകൊണ്ട് അതിന് അങ്ങോട്ട് അടുക്കുന്നില്ല. ദേവരാമാഷിൻ്റെ പാട്ടിൽ തന്നെ കളിക്കുക. പിന്നെ ദേവരാമാഷിൻ്റെ പാട്ട് മാറി ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് അല്ലെ ഒരു 15-20 വർഷം മുമ്പാണ് ബാബുക്ക ചെയ്തു വെച്ച എന്തോ ഒരു കോമ്പോസിഷൻസാണ്, അതിനെക്കുറിച്ച് അറിയുന്നത്, എന്താ മ്യൂസിക് എന്ന് അറിയുന്നത്. പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമി ഭയങ്കര ഇഷ്ടമാണ്. റൊമാൻറ്റിക് ആയിട്ടുള്ള സോങ്സ് ഇത്രയും ക്ലാസിക്കൽ അരച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് രസമുള്ള പാട്ടുകളാണ്. പിന്നെ എനിക്കൊന്ന് എൻ്റെ ഫേവറേറ്റ് ആണ് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകി. ആ പാട്ട് എന്തോ രസമാണ്. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകൾ ദക്ഷിണാമൂർത്തി സ്വാമി രക്ഷയില്ല. അർജുനൻ മാഷിന്റെ പാട്ടുകൾ മലയാളം തമിഴും കൂടാണ്ട് ചേട്ടന് ഹിന്ദി സോങ്സ്, പഴയ ഹിന്ദി സോങ് റഫി സാബ്, ലതാജി ഒക്കെ ഫോളോ ചെയ്യുമായിരുന്നോ? എങ്ങനെയായിരുന്നു ചേട്ടൻ്റെ ആ ഒരു ഹിന്ദി? ശരിക്കും പറഞ്ഞാൽ റഫി സാബിന്റെ പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടം. നമുക്ക് അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ കേട്ട് പോകും. ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ലതാജി അവരൊക്കെ ദൈവമാണ്. ദൈവം നേരിട്ട് കണ്ട സാഷ്ടാംഗം വീണ്ട ആൾക്കാരാണ്. ആശാജി അല്ലേ, ലതാജി. അപ്പൊ ഇവരുടെ ആ കാലത്തൊരു പാട്ടുണ്ട്, കഹി ദൂർ ജബ് ദിൻ ധൽ ജായേ. അത് ചുമ്മാ വീട്ടിലേക്ക് ആയിരിക്കും മൂടാറുണ്ട്. പക്ഷെ ഇവിടെ പാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് പാടാൻ പറ്റും പിന്നല്ലാണ്ട്. അതിന് പറ്റിയ പെർഫെക്റ്റ് അക്കംപനിമെന്റ്സ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. പിയാനോ, വയലിൻ, ഫ്ലൂട്ട്. അതുണ്ടെങ്കിൽ ആ പാട്ട് എങ്ങനെയെങ്കിലൊക്കെ വരും. ഞാനത് പാടുന്നുണ്ട്. ഇത് വന്നില്ലെങ്കിൽ നിങ്ങൾ കരുതിക്കോണം ഈ പാട്ട് എടുത്തിട്ട് കൊളവായതാണ്. ഓക്കെ. कहीं दूर जब दिन ढल जाए, सांझ की दुल्हन बदन चुराए, चुपके से आए मेरे ख्यालों के आंगन में, कोई सपनों की दीप जलाए, दीप जलाए कहीं दूर जब दिन ढल जाए, सांझ की दुल्हन बदन चुराए, चुपके से आए.
कभी यूं ही जब हुई हो जलसा से भर आई बैठे बैठे जब यूं ही आंखें। कभी यूं ही जब हुई हो जलसा से भर आए बैठे बैठे जब यूं ही आंखें। तभी मचल के प्यार से चल के छुए कोई मुझे पर नजर न आए, नजर न आए। कहीं दूर जब दिन ढल जाए सांझ की दुल्हन बदन चुराए चुपके से आए। मेरे ख्यालों के आंगन में कोई सपनों के दीप जलाए, दीप जलाए। कहीं दूर जब दिन ढल जाए सांझ की दुल्हन बदन चुराए चुपके से आए। थैंक यू।